നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിയെ KM പണിക്കർ, ചരിത്രകാരനും ഇടതുപക്ഷ ചിന്താഗതിക്കാരനുമായ KM പണിക്കർ, അദ്ദേഹം ഏതാനും മണിക്കൾക്ക് മുമ്പ് ഇഹലോകവാസം പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് ലോകത്ത് 200 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. 210 കോടിയുണ്ട്. ഇപ്പോൾ 250 കോടി ഉണ്ടായ ക്രിസ്ത്യൻ ഇപ്പോൾ 230 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് മുസ്ലിമും ക്രിസ്ത്യൻ തമ്മിലൊരു 10 കോടി വ്യത്യാസമുള്ളൂ. എന്നാൽ 10%. അതൊന്നും വിഷയമല്ല. 210 കോടി മുസ്ലിങ്ങൾ ഉണ്ടായാൽ 10 കോടിയാണ് ഇറാഖിലെ ജനസംഖ്യ. ബാക്കി 200 കോടി പുറത്താണ്. 200 കോടി മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടിയെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 10 കോടി ഉൾക്കൊള്ളുന്ന ഇറാൻ ജനത, ഇറാൻ ഭരണാധികാരി തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവരോട് ഇപ്പോൾ ഇത്രയും സംസാരിക്കുന്നത് പരസ്യമായിട്ട് ഇന്ത്യക്കെതിരെ നിൽക്കാത്തതുകൊണ്ടാണ്. ഇന്ത്യക്കെതിരെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ വിഷയമൊന്നും സംസാരിക്കില്ല, അവരോട് നമ്മൾ അംഗീകരിക്കുകയില്ല. ഇത് ഇന്ത്യക്കെതിരെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അല്പം അനുകൂലമായിട്ട് പറയുന്നത്. 10 കോടി 50 വർഷം, അരനൂറ്റാണ്ട് സാമ്പത്തിക, സാമൂഹ്യ, ശാസ്ത്ര എല്ലാ നിലക്കും ഉപരോധം. എന്നിട്ടും അമേരിക്ക പോലൊരു രാജ്യത്തെ, ഇസ്രായേൽ പോലൊരു തെമ്മാടി രാഷ്ട്രത്തെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു കഴിവ് തന്നെയല്ലേ? മറിച്ച് 50 കൊല്ലക്കാലം ഈ ഗൾഫ് രാജ്യങ്ങൾ എത്ര കോടി ഉണ്ടല്ല കൂടി സുഖലോലുപതയും സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. മാത്രമല്ല ഇഷ്ടം പോലെ സമ്പത്തായത് ഒരു കളിത്തോക്ക് ഉണ്ടാക്കിയോ. ഇതിൽ മുസ്ലിങ്ങളെ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പാഠം പിടിക്കാനുണ്ട്. ആ സുഖലോലുപരായിട്ട് നിന്നുകൊണ്ട് അമേരിക്കയെ ഏൽപ്പിച്ച് അവർക്ക് കപ്പം കൊടുത്ത് കാത്തിരുന്ന് ഇപ്പം കണ്ടില്ലേ? നാളെ എൻ്റെ പ്രധാന വിഷയമുണ്ട്. പെട്രോൾ ഡോറും അമേരിക്കയുടെ ഈ വരാൻ പോകുന്ന സാമ്പത്തിക മാന്ദ്യതയും. അത് നാളെ പറയാം, കാരണം അരമണിക്കൂർ വേണതിന് വേണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇറാൻ്റെ ഇപ്പോഴത്തെ ശ്രമം, യുദ്ധം ആരെയും നല്ലതല്ലെന്ന് നമുക്ക് യാതൊരു സംശയമില്ല, തെറ്റ് തന്നെയാണ്. എങ്കിലും വന്ന് മെക്കിട്ട് കയറുമ്പോൾ പിന്നെ കയറാതിരിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തതിന് നമ്മൾ ചെറിയൊരു സപ്പോർട്ട് ചെയ്യണം. മനസ്സിലാക്കണം, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഈ സൗദി അറേബ്യ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പണം അമേരിക്കയിലെ ഒരു ബാങ്കിൽ, അമേരിക്ക അത് നാളെ പറയാം, ഇന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അത് പിന്നെ പറയാം. ഏതായാലും കാര്യം ചെയ്യാം. അങ്ങനെ ഇസ്രായേൽ, അത് ഇറാന് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുകയാണ്. അത് ചെയ്യട്ടെ എന്ന് പറയുകയാണ്. നമ്മൾ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ തന്നെ വരുന്നത്. അല്ല, ഒരു കാര്യം പറഞ്ഞാൽ, ഈ ആസാമിൽ 3 MLA BJPയിൽ ചേർന്നു. ഞങ്ങൾ പണ്ടും പറയാറുണ്ട്, ഈ കോൺഗ്രസ് നേതാക്കളുടെ അടുത്ത്, ബുദ്ധിശൂന്യായ കോൺഗ്രസ് നേതാക്കളെ, നിങ്ങൾ ആസാമിൽ തന്നെ 40% മുസ്ലിങ്ങൾ രാജ്യമാണ്, സ്റ്റേറ്റാണ്. അതിൽ ഞാൻ പറഞ്ഞു, ഒരു പാർട്ടി, ഒരു മുസ്ലിം നാമധാരി, മുസ്ലിം പേര് ആളുടെ മാത്രമേ ഉള്ളൂ, പാർട്ടി പേര് മുസ്ലിമായിട്ട് യാതൊരു ബന്ധമില്ല, കോമൺ പേരാ, ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടേ അന്നത്തെ ആസാമിലെ ആസാം സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റിനോട് നമുക്കൊരു ധാരണയാകാം, സഖ്യമാകാമെന്ന് പറഞ്ഞു. 40% നിങ്ങൾ സഖ്യം ഉണ്ടാക്കി, 60% ഹിന്ദുക്കൾ പണങ്ങുമെന്ന് പറഞ്ഞിട്ട് അയാളത് സഖ്യം ഉണ്ടാക്കിയില്ല. അതിന് നമ്മൾ അംഗീകരിക്കാം. പക്ഷെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ഈ സതീശനോടൊക്കെ ചോദിക്കുകയാണ്. നമ്മൾ അന്തോണി 35-40 വർഷക്കാലം സോണിയാഗാന്ധിയുടെ കൂടെ പോയി ഇരുന്ന് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർത്ത് മോന് BJPക്ക് വിട്ടുകൊടുത്ത് സ്വസ്ഥമായി കഴിയുന്ന അന്തോണിക്കറിയാമല്ലോ, 1967 വർഷമായിട്ട് കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന ജാതി പാർട്ടി കോൺഗ്രസ്സായിട്ട് സഖ്യത്തിലാണ്. അതിൽ മൊത്തം 67% സമയം ഭരണത്തിലുണ്ടായി, മുഖ്യമന്ത്രി ഉൾപ്പെടെ, 2 ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ. അപ്പോൾ ഈ അന്തോണി അറിയാതെ ആസാം നടക്കും. കാരണം അന്തോണി രണ്ടാമത്തെ ആളല്ലേ, സോണിയാഗാന്ധി തൊട്ടടുത്തുള്ള ആൾ. ഇന്ന് KC വേണുഗോപാൽ ശക്തനായത് അന്തോണിക്ക് പറയാൻ പാടില്ലേ, മിസ്റ്റർ, നിങ്ങൾ സംശയിക്കണ്ട, ഞങ്ങൾ കേരളത്തിൽ ജാതി പാർട്ടിയാണ് മുസ്ലിം ലീഗ് തന്നെ, ആ ജാതി പാർട്ടിയുടെ സഖ്യം ഉണ്ടാക്കി ഭരിക്കണം 67. അത് നിങ്ങൾ ധാരണ എത്തിക്കോ എന്ന് പറഞ്ഞാൽ ഇന്ന് ആസാം കോൺഗ്രസ് കിടക്കും. മരമണ്ടന്മാരെ പദങ്ങൾക്കുണ്ടോ? ആസാം കോൺഗ്രസിനായി കിടന്നേനെ, അത് ചെയ്തില്ല. ഇത് കേരളത്തിലേക്ക് വരുമ്പോഴേ നമ്മൾ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് ക്രിസ്ത്യൻ സമുദായം, നായർ സമുദായം,
ഈഴ സമുദായം അവരെല്ലാം എത്ര ഉന്നതിയിലെത്തിയാലും നമുക്ക് സന്തോഷമുള്ളൂ, യാതൊരു അസൂയ എതിർപ്പില്ല. ഈ വെള്ളാപ്പള്ളി പറയുമ്പോൾ മുസ്ലിം ലീഗ് വളർന്ന എതിർപ്പോ അസൂയൊന്നുമില്ല. പക്ഷെ അവർ പറയുന്നു മുസ്ലിങ്ങൾ മുഴുവൻ കൈയടക്കുന്നു, ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ നാം എന്തിനോടും മുസ്ലിമായി ജീവിക്കുന്നത്, മൊയ്തീൻ ഷാ പേരെന്തിനോടും. അതുകൊണ്ട് മാത്രം ചില കാര്യം പറയണം. എല്ലാം മുസ്ലിങ്ങൾ കൈയടിക്കുന്നത് വെള്ളാപ്പള്ളി പറയുമ്പോൾ കൂടുതൽ സഭയും കേൾക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്ക്. HMTയുടെ സ്ഥലം അവിടെ 99% മുസ്ലിം മേഖലയാണ്. 60 പറഞ്ഞത്. അത് HMTക്ക് 10,000-2,000 ഏക്കറായിട്ട് HMTക്ക് ആ പ്രദേശം മുഴുവൻ അക്വറിച്ചു. നിസ്സാരം മിഠായി കാശ് കൊടുത്ത് അവരെല്ലാം ചിന്തമെൻ്റാക്കി. ഇന്ന് കളമശ്ശേരി HMT ഉൾപ്പെടുത്ത് ഈ ക്രിസ്ത്യ സമുദായത്തിൻ്റെ 60% വരുന്നതെന്ന് പറയും. 99% സ്ഥലത്ത് നിന്ന് 60% ക്രിസ്ത്യൻ സമുദായമാണ്. ഭൂരിപക്ഷം അവരായെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ 50% കുറയില്ല. അത് എങ്ങനെയാണ് ഈ കളമശ്ശേരിയിലും കാക്കാനോടൊക്കെ ഈ സമുദായം ഇത്ര കൂടാൻ കാരണം? കാരണം അവർ വിദേശത്ത് പോയി പണം ഉണ്ടാക്കി ആ പണം കൊണ്ട് ഭൂമി വാങ്ങിച്ച് അങ്ങനെ ഒത്തിരി വളർന്നു പോയി. നല്ല കാര്യം. അതുകൊണ്ട് കുറേ പുരോഗതി ആ ഭാഗത്തുണ്ടായിട്ട്. അല്ലെങ്കിൽ പഴയ കുറുക്കം തൂറായി കിടക്കുന്ന പറമ്പൂലും കിടക്കുള്ളൂ. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ എല്ലാം മുസ്ലിങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ശരിയല്ല. അതിനെതിരെ ഈ മുസ്ലിം നാമധാരികൾ ഒരു പ്രതികരിക്കാത്തത് എന്താണ് സർ? എന്താണ് ഫാദർ? എന്താണ് വെള്ളാപ്പള്ളി? ഞങ്ങളിങ്ങനെ എന്താണ് ആകെ ജനസംഖ്യാനുപാതി കിട്ടേണ്ട 12% റിസർവേഷൻ പോലും മുസ്ലിം കിട്ടിയിട്ടില്ല. കേരളത്തെ കാര്യം പറഞ്ഞു, മറ്റു സ്റ്റേറ്റ് കാര്യം പറഞ്ഞില്ലല്ലോ. എന്നിട്ടും ഇവരെല്ലാം മുഴുവൻ കൊണ്ടുപോകുന്നു പറയുമ്പോൾ എത്ര വിരോധാഭാസമാണ്. അത് തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ, ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യമാണ് ലോകനീതി. അതാണ് കോടതിയും എല്ലാവരും പറയുന്നത്. ഇപ്പോൾ കോശി കമ്മീഷൻ റിപ്പോർട്ട്, ക്രിസ്ത്യൻസിൻ്റെ അന്വേഷിക്കാൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പറഞ്ഞത് ജനസംഖ്യാനുപാതി പ്രാതിനിധ്യം വേണം തന്നെയാണ്. അതാണ് ശരി. ഏത് ജഡ്ജി വന്നാലും ഏത് മനുഷ്യട്ട് വന്നാലും അതാ പറയാൻ പറ്റുള്ളൂ, ന്യായം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വേണമെന്ന കാര്യം സംശോധന കൊടുത്തേ തരൂ. പക്ഷേ അത് മനസ്സിലാക്കുന്നുണ്ടോ? എന്നിട്ട് നമ്മളിപ്പോൾ ഈ ജില്ലാ പ്രസിഡന്റ്, കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സാമാന്യ ഒരു രാഷ്ട്രീയക്കാരനെ വെച്ച് നോക്കുമ്പോൾ നല്ല മനുഷ്യനാണ്. അതിന് മുമ്പുള്ള TJ വിനോദ് ഒരു കുഴപ്പക്കാരനല്ല, പാവം മനുഷ്യനാണ്. അതേക്കാൾ ഒരുപടി മുന്നിലാണ് ഈ പ്രവർത്തനം കൊണ്ട് ഈ ഷിഹാസ്. ആ ഷിഹാസ് കൊച്ചിയിലെ സ്കൂൾ സംഭവത്തിൽ കൊച്ചിക്ക് സ്കൂളിന് അനുകൂലമായിട്ട് വന്നു. ജയശങ്കർ വക്കീലായിട്ട് അൻവറിൻ്റെ പ്രശ്നത്തിൽ ജയശങ്കർ വക്കീലായിരുന്നു എടുത്തത്. ഷാജി നമ്മുടെ വിദേശ ഷാജി സ്കറിയ ഷാജി സ്കറിക്ക് ഒക്കെ നിന്ന്. എന്നിട്ട് എവിടെയോ ഒരു മുസ്ലിം മത്സരിക്കാൻ പാടില്ല, ഷിഹാസ് മത്സരിക്കുന്നില്ല പറഞ്ഞത്. ഒരു മുസ്ലിം നാമധാരി പാടില്ല. എവിടെ? എറണാകുളം ജില്ലയിൽ നിന്ന് 14 എറണാകുളത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ. അപ്പം നിങ്ങൾ ഈ കാണുന്നൊന്നും അല്ലടോ സത്യം. സത്യം വേറൊന്നാണ്. സത്യം എന്താണ്? സാമുദായിക അടിസ്ഥാനത്തിൽ ചിന്തിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒരു നേൽനോട്ടം ആ സമുദായത്തിൽ ഉണ്ടാക്കിയാൽ മാത്രമേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹസനെ പോലെ നടക്കേണ്ടി വരും. ഹസന് സമുദായത്തിൽ ഒരു ബന്ധമില്ല. ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും സമുദായത്തിൽ ബന്ധമില്ല. ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഷാഫി പറയുമ്പല്ലേ, നിങ്ങൾ സമുദായത്തിൽ ആളായിട്ട് പ്രവർത്തിച്ചോക്കെ ഈ ഷാഫിയുടെ പേരൊക്കെ പോകും. ഈ പൊക്കിക്കൊണ്ട് നടക്കാൻ നിൽക്കും. സംഘപരിവാരൊക്കെ പൊക്കി നടപ്പുണ്ട് ഷാജി ഇതിനെ, അതൊക്കെ ഒന്നും പോവും. അത് പുള്ളിക്കും അറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ പുണ്യം വളം ചപ്പിച്ചാലും നിങ്ങളുടെ പേര് നോക്കുക, എന്താണ് മൊയ്തീൻ ഷാ അല്ലെങ്കിൽ ഷിഹാസ്, അവർക്ക് അതായിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ല അതിനൊക്കെ അപ്പുറത്തൊരു മാന്യമായിട്ടോ അല്ലെങ്കിൽ വലിയ പുരോഗമനവാദിയായിട്ടോ അല്ലെങ്കിൽ ദേശീയ മുസ്ലിമായിട്ട് കാണാൻ പറ്റില്ല സുഹൃത്തെ. നിങ്ങളൊരു സംഘം ഉണ്ടാക്കിയാൽ, യാഥാർത്ഥ്യം, നിങ്ങളൊരു സംഘം ഉണ്ടാക്കിയാൽ ദളിതുകൾ പോലും നിങ്ങളുടെ കൂടെ പറ്റില്ല. അത് മുസ്ലിം ഞാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം നിങ്ങൾ പാർട്ടി ഉണ്ടാക്കിയ സംഘം ഉണ്ടാക്കുക, ദളിതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ അല്പം മാറി നിൽക്കുന്നത്. അവരും നിങ്ങളുടെ പേരിൽ വരില്ല. പക്ഷെ ദളിതൊരു പാർട്ടി ഓടിക്കാൻ നിങ്ങൾ പോവും, മുസ്ലിങ്ങൾ പോവും. താളു കാൻഷാമിൻ്റെ ബഹുജൻ സമാജ് പാർട്ടിയിൽ ഇഷ്ടംപോലെ മുസ്ലിങ്ങൾ എന്നല്ലേ പണവും വോട്ടും കൊടുത്തപ്പോൾ മായാവതി വലിയ ആളാണ് ഇതൊക്കെ. പിന്നെ ദളിതൂരിൽ പിന്നെ പിന്നോക്ക ഹിന്ദുക്കൾ ഒരു മുന്നോക്ക ഹിന്ദുക്കൾ വരില്ല. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ജാതി പാർട്ടിയായിട്ട് നിൽക്കുന്നത്. അവിടെ തൽക്കാലം അവർക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ ആ പിടിച്ചു നിൽക്കുന്നതിന് എന്ത് ചെയ്യുന്നു? സമൂഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. സമുദായത്തിൽ കിട്ടേണ്ട ആനുകൂല്യം വാങ്ങിക്കാതെ അവർ ഈ 10% ബന്ധം ക്രിസ്ത്യാനികളെയും 10% നായരും കൈമണി അടിച്ച് കൂടെ നിന്ന് നക്കാപ്പിച്ച് ആനുകൂല്യം പറ്റി ലീഗ് ഇങ്ങനെ വളർന്നു വരുന്നു. അത് അവരെ സംബന്ധിച്ചാണെങ്കിൽ അത് ശരിയാണ്. അവർക്ക് ജനസംഖ്യ ആനുപാതികമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ പോരല്ലോ, 4 മുസ്ലിങ്ങളല്ലേ ലീഗിലുള്ളൂ, ബാക്കി 3 പുറത്ത് കിടക്കല്ലേ. അത് കൊടുക്കണ്ടേ? അത് കൊടുക്കുന്നില്ല. എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം മലബാർ എന്ന് പറയുമ്പോൾ
മുസ്ലിം മാത്രമല്ല, 50% താഴെയല്ലേ, 50% മുസ്ലിം, ബാക്കി 50% നോൺ മുസ്ലിം തന്നെയാണ് മൊത്തം എടുത്താലും. മലപ്പുറം ജില്ല ഒഴിച്ച്, കാസർഗോഡ് ജില്ല ഭാഗം ഒഴിച്ച്. എന്നിട്ട് അവിടെ കുട്ടികൾ എല്ലാം A+ കിട്ടിയാലും അവർക്ക് അഡ്മിഷൻ കിട്ടാതെ അവർ സങ്കടം വരുന്നു. ആ പെൺകുട്ടികൾ കണ്ണീര് വഹിക്കണം. അതിൽ മുസ്ലിം പെൺകുട്ടി മാത്രമല്ല, അല്ലാതെ ഹിന്ദു പെൺകുട്ടി, ക്രിസ്ത്യൻ പെൺകുട്ടി ഒക്കെ ഉണ്ട്. ഇവിടെ എറണാകുളം തെക്കോട്ട് കുട്ടികളില്ലാത്തവരുടെ സ്ഥാപനം പൂട്ടി പോകുന്നു. ഇതെന്ത് നീതിയാണോ? ഇതിനു വേണ്ടി നമ്മളൊക്കെ ജീവിച്ചിരിക്കെ നമ്മൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അതിനൊക്കെ പ്രതികരിക്കണ്ടേ? അങ്ങനെ ഞങ്ങൾ പ്രതികരിക്കുന്നു. മൊയ്തീൻ ഷാ ഗ്രൂപ്പ് അങ്ങനെ അങ്ങനെ പ്രതികരിക്കുമ്പോഴൊരു കാര്യം മനസ്സിലാക്കി. ആ കാര്യം 3 പോയിന്റാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. 1, നമ്മുടെ തലസ്ഥാനം ട്രിവാൻഡ്രം അങ്ങേറ്റത് അത് രാജാക്കന്മാരിൽ തുടങ്ങിയാണ്. ചെറിയ 30 ഏക്കർ ചെറിയ സ്ഥലത്ത് ഇങ്ങനെ പഴയ ബിൽഡിംഗ് ഇങ്ങനെ ഏറ്റി പോയിട്ട് പോകുന്നു. അങ്ങനെയാണ് ഈ കറണ്ട് വയറ് കത്തി അപകടം ഉണ്ടാകുന്നത്. അത് തന്നെയല്ല, വടക്ക് ഇന്ത്യക്കാർക്ക് തെക്ക് ഇന്ത്യയോടും, തെക്ക് ഇന്ത്യക്കാർക്ക് തമിഴ്നാടും, തമിഴ്നാടിന് കേരളത്തോടും, കേരളത്തിലെ ഉത്തര കേരളത്തോടും അവഗണനയുണ്ട്. അത് സത്യമാണ്. അത് കണ്ടു കേട്ട് നമ്മൾ മടുത്തു. ഇനി അവഗണന വേണ്ട, എല്ലാവർക്കും നീതി ലഭിക്കണം. അങ്ങനെ വരുമ്പോഴേ 30 വർഷം പഴക്കമുള്ള 30 ഏക്കറിനകത്ത് 60-70 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് നിൽക്കുന്നത് ഒരു മാറ്റം ആവശ്യമാണ്. അങ്ങനെ മാറാൻ ശ്രമിക്കുമ്പോഴാണ് ഞങ്ങൾ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും 3 കാര്യം പറയുന്നുണ്ട്. അത് ഇന്നാണ് റിലീസായതാണ് ആ വാർത്ത. ഇന്നലെ വരെയും നമ്മൾ മനസ്സിലുണ്ടായുള്ളൂ. ഇന്ന് റിലീസ് ചെയ്യപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്താ അറിയുമോ? ഒന്നുകിൽ സെക്രട്ടേറിയറ്റ് അനക്സ് വിശാല കൊച്ചിയിൽ അങ്കമാലിയൊക്കെ വിശാല കൊച്ചി പെടുമല്ലോ, അങ്കമാലിക്ക് അപ്പുറത്ത് വേണം. അല്ലെങ്കിൽ തലസ്ഥാനം മധ്യ കേരളത്തിൽ വേണം. ഇത് രണ്ടും പറ്റില്ലെങ്കിൽ അതർവൈസ് പിന്നെ ഉത്തര കേരള സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി മുന്നോട്ട് പോകും എന്നുള്ള ഒരു മുദ്രാവാക്യം അല്ലെ ഒരു പ്രമേയമായിട്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. അത് ആരാണ് നിങ്ങൾക്കറിയോ? ദേശീയ പിന്നോക്ക സമുദായ സഖ്യമാണ്. ഇന്ത്യൻ ജനതയിൽ 90% വരുന്ന വിഭാഗങ്ങളിൽ ദേശീയ പിന്നോക്ക സമുദായം. ആ 90% വരുന്ന ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് അതിന് കൈകാര്യം ചെയ്തത്. ആദ്യം നമ്മൾ സർവകക്ഷി യോഗം പ്രതീക്ഷിച്ചു. സർവകക്ഷി യോഗം പറയുമ്പോൾ എന്ത് വരും? അത് രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വെറുപ്പാണ്. കള്ളന്മാരതല്ലോ. ഞാൻ ചെറിയ രാഷ്ട്രീയക്കാർ, ഞാനുൾപ്പെടെ കള്ളന്മാരാണ്. അവിടെ ഇപ്പോൾ താല്പര്യമില്ല. അതല്ല, ഇതിൽ ചില പാർട്ടിക്ക് വേണമെങ്കിൽ ഒഴിയാം. അതുകൊണ്ട് നമ്മൾ അത് മാറ്റിയിട്ട് 90% വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾ, പിന്നോക്ക സമുദായം നമ്മൾ മാറ്റി. സമുദായം പറഞ്ഞാൽ അത് ജാതി അങ്ങനെ പറ്റുക. അപ്പോൾ എന്താ പറയുക? പിന്നോക്ക സമുദായം, പിന്നോക്ക സമൂഹമാണ്. അതായത് നാഷണൽ ബാക്ക്വേർഡ് അലയൻസ് എന്നിട്ട് പിന്നോക്ക മൂവ്മെൻ്റാണ്. അപ്പോൾ അത് ആ സംഘടന ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാണ്ട് ഇപ്പോൾ ജനതാദൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഷാബി ഷാനി സ്പോർട്സ് ചെയ്യുന്നത്, അങ്ങനെ പലർക്കും ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ട് 3 പോയിന്റാണ് പറയുന്നത്. ഒന്നുകിൽ സെക്രട്ടേറിയറ്റ് അനക്സ്, അത് നമ്മൾ പറഞ്ഞു, സെക്രട്ടറി അനക്സ് വിശാല കൊച്ചി തുടങ്ങുക, അല്ലെങ്കിൽ തലസ്ഥാനം മധ്യ കേരളത്തിൽ മാറ്റുക. ഇത് രണ്ടും എന്തെങ്കിലും സാങ്കേതിക തടസ്സം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉത്തര കേരള സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി മുന്നോട്ട് പോകും. അതിവിടെ മുതൽ എറണാകുളം മുതൽ വടക്കോട്ടിൽ ഭാഗം ചേർത്ത്. അപ്പോഴേ അവർക്ക് നീതി ലഭിക്കുള്ളൂ. തുല്യ നീതി വേണ്ടേ? നീതി ലഭിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ വരും തലമുറ നമ്മളെ കുറ്റക്കാരനാക്കും. നിങ്ങൾക്ക് വലിയ പരിഷ്കാരികളെ, വലിയ ചിന്തകനായ, വലിയ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ ജീവിച്ചിട്ടും എന്തോ നിങ്ങൾ കാണിച്ച് ഈ അവഗണന എന്ത് കണ്ടില്ല, ശ്രദ്ധിക്കാതെ പോയി എന്ന് നമ്മൾ ചോദിക്കും. അത് ഏതുപോലെ എന്നറിയോ? കൽക്കട്ടയിൽ നിന്ന് തലസ്ഥാനം ഡൽഹിക്ക് വീണ്ടും മാറ്റിയപ്പോൾ ആ നേതാക്കൾ പോയത് ചമ്പൽ താഴ്വര വഴിയാണ്. നമ്മൾ പഠിക്കുമ്പോൾ ചമ്പൽ താഴ്വര, ചമ്പൽ കാടുകളിലാണ്. കാട് നമ്മൾ തിരുവല്ലി ഘോര വനം പോലെ അതൊന്നുമില്ല, ചെറിയ മൺതിട്ടാണ്, ഒരു പുൽച്ചെടി പോലും ഇല്ല. ഒരു 3 അടി പൊക്കമുള്ള അതിങ്ങനെ കൂന കെട്ടി ലക്ഷക്കണുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഈ കള്ളന്മാർ ഒളിച്ചിരുന്ന ആർക്ക് കാണാൻ പറ്റില്ല. എങ്ങനെയാണ് പിടിക്കാൻ? ലക്ഷക്കണക്ക് കൂനയല്ലേ. അതാണ് അവരുടെ സുരക്ഷ എന്ന് പറയുന്നത്. അത് രാത്രി യാത്രകളൊക്കെ അങ്ങനെ പോലീസ് പട്ടാളൊക്കെ തോറ്റുപോയത് അങ്ങനെയാണ്. ബോംബിടാനും പറ്റില്ലല്ലോ. അവിടെയാണ് ആ തലസ്ഥാനം തുടങ്ങിയിരുന്നെങ്കിൽ ഇന്നത് ന്യൂയോർക്കിനേക്കാൾ വലിയ സിറ്റി ആകുമായിരുന്നു ഈ 100 വർഷം കൊണ്ട്. ഇന്നത്തെ തലമുറ ചോദിക്കുകയാണ്, എടോ നിങ്ങൾ നേതാക്കളൊക്കെ ആയിരുന്നല്ലോ, നിങ്ങൾ എന്തിനും ശ്രദ്ധിക്കാതെ പോയിന്ന് അവർ ചോദിക്കുകയാണ്. ഞങ്ങളൊക്കെ മരിച്ചു കഴിയുമ്പോൾ വരും തലമുറ ഞങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത്. അതാണ് ഞങ്ങളിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം
വളരെ വിശദമായിട്ടും എന്നാൽ ബ്രീഫായിട്ടും വിശദമായിട്ട് ചുരുക്കും വെറുതെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ലക്ഷ്യം. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ, മുസ്ലിം സമുദായത്തിൻ്റെ കാര്യത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യത്തിലൊക്കെ ഒരു കാര്യം മുസ്ലിം സമുദായം ശ്രദ്ധിക്കണം. ഇത്രയും 30 കോടിയോളം മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ, എന്നിട്ട് ഒന്നൊന്നര കോടിയോളം മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ. നിങ്ങൾ ഇതേവരെ പ്രവർത്തിച്ച് എന്ത് നേടി? കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും നിങ്ങൾ വ്യക്തിപരമായിട്ട് ചില നേട്ടം ഉണ്ടാക്കിയതല്ലാതെ സാമൂഹ്യമായിട്ടോ മൊത്തത്തിലോ ഒരു നേട്ടം ഉണ്ടാക്കിയില്ല. എന്താ ഉണ്ടാക്കാത്ത കാരണം? കാരണം സ്വതന്ത്രാനന്ത ഇന്ത്യയിൽ 7% ഭൂവുടമയായിരുന്നു മുസ്ലിങ്ങൾ. അതിന് പോയി -1 ആയി, -1 ഒന്നിൽ താഴെയായി. അതുപോലെ 36 കോടി ജനസംഖ്യ ഉണ്ടായപ്പോഴേ അന്ന് 36% വോട്ടേ ഉള്ളൂ. 100ഓളം മുസ്ലിം എംപിമാരുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ പറയാതിരിക്കും? ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തോടും ആ ഒരു ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാകില്ലേ? എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ച് മറ്റ് സമുദായത്തെ കൂടെ നിന്നിട്ട് ഒറ്റ കൊടുത്ത് സമുദായത്തെ വിൽക്കല്ലേ? ആ സമുദായത്തെ വിൽക്കാൻ പറ്റില്ല. അള്ളാഹുവാണ് സത്യത്തൊക്കെ നമ്മളോട് ചോദ്യം ചെയ്യും. നിനക്ക് ഞാൻ ചില കഴിവുകളൊന്നും ലോകത്ത്, ചിലർക്ക് പണം ഉണ്ടാക്കി ഒറ്റ വല്ല സംഭാഷണയിലേക്ക് ആയിരിക്കും. നീ എന്ത് ചെയ്തു സമൂഹത്തിന് വേണ്ടി? അല്ലെങ്കിൽ അക്ഷരായവർക്ക് എന്ത് ചെയ്ത് ചോദിച്ചാൽ നമ്മളെന്ത് ഉത്തരം പറയും? അത് പറയണ്ടേ? അപ്പോൾ വ്യക്തിപരമായിട്ട് ചില നേട്ടങ്ങൾ എടുത്തിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കോൺഗ്രസ് എന്നൊക്കെ. പക്ഷേ സമൂഹത്തിൽ നോക്കിയിട്ടില്ല, അന്നുമല്ല ഇന്നും നോക്കിയില്ല. ഇനി അത് പാടില്ല. ഇനി സമൂഹത്തിൽ നോക്കണം, വ്യക്തികൾക്കല്ല പ്രാധാന്യം, സമൂഹത്തിൽ നോക്കണം. അപ്പോൾ ആകെയുള്ള സമ്പത്തിൻ്റെ ആ 7% ഉണ്ടായത് 1% താഴെ. ഉദ്യോഗത്തിലാണെങ്കിൽ പകുതി പോലും കിട്ടിയില്ല. മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഈ സംവരണം പോലും ഇല്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിലുണ്ടായ 5% സംവരണം എടുത്തു കളഞ്ഞു. അത് ഈ കോൺഗ്രസ് ഗവൺമെൻറ് അല്ലെങ്കിൽ പിന്നെ ഈ ഇവരൊക്കെ പാർലമെൻറ്റിൽ എന്ത് വിഷയം ഉന്നയിച്ചു? ബഷീറൊക്കെ. അവിടെ ബഷീറെ മുസ്ലിം ലീഗ് നേതാക്കളെ നിങ്ങളോട് വ്യക്തിമായിട്ട് നമുക്ക് യാതൊരു അഭിപ്രായത്തില്ല. അള്ളാഹുവാണ് സത്യം. അത് നോമ്പുകാരാണ്. നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ശ്രദ്ധ? നിങ്ങൾക്ക് കിട്ടുന്ന നക്കപ്പിച്ച ആനുകൂല്യം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടാതെ ജനസംഖ്യക്ക് ആനുപാതികമായ രീതിയിൽ കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണം വീണ്ടും പറയുകയാണ്, ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം വരും. ഏതായാലും 40% ഉള്ളവർക്ക് ഒരു 50, 55, 14, 42 52 സീറ്റ് കിട്ടും. അത് 52 പോയിട്ടുമ്പോൾ ഒരു 3-1 വോട്ട്, 3-1 47 ഉറപ്പാണ്. 47 സീറ്റുകൾ കൊടുത്തിരിക്കണം. അത് ലീഗ് നിങ്ങൾ എത്ര കൊടുത്തോ അത് കഴിച്ച് ബാക്കി ലീഗിൽ ഇപ്പോൾ 27 സീറ്റിൽ 4 സീറ്റുള്ള നോൺ മുസ്ലിമാണ്, 23 സീറ്റുള്ളൂ. ബാക്കി 24 സീറ്റുകൾ കൊടുത്തിരിക്കണം. ഈ 24 സീറ്റ് കൊടുക്കാതെ നിങ്ങൾ ഭരണത്തിൽ നേടാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വീണ്ടും പറയുന്നതാണ്. ഇപ്പോൾ ഇറാൻ പറയും പോലെയാ, ഞങ്ങൾ കളിച്ച ഇനി പാഠം പഠിപ്പിച്ച് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറിയ രാജ്യമാണെങ്കിലും. അതുപോലെ ഞാൻ മൊയ്തീൻ ഷാ ഒരു വ്യക്തി മാത്രമാണ്. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ അറിവ് നിങ്ങളോട് അറിയിക്കുക മാത്രമല്ല. ഇതിലൊന്നും എനിക്ക് നേരിട്ട് യാതൊരു ബന്ധമില്ല. സമൂഹത്തിൻ്റെ ചുമരെടുത്ത് ശ്രദ്ധിക്കുക. മനസാക്ഷി നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഞാൻ UDF നേതാക്കൾ അറിയിക്കുന്നതല്ലാതെ എനിക്കിതൊന്നും പ്രത്യേക താല്പര്യമില്ല. ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ ജയിപ്പിക്കാനും പറ്റില്ല, നിങ്ങൾ തോൽപ്പിക്കാനും പറ്റില്ല. ഇതുപോലെ സഹായിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കിട്ടുന്ന അറിവ് പോലെയാണ്. അപ്പോൾ അവർ ശക്തമായിട്ട് പറയുന്നുണ്ട്, 47 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ മുസ്ലിം കൊണ്ട് തങ്ങളായാലും കൊള്ള ഷെയ്ഖാളുകൾ ആരായാലും കൊള്ള ഞങ്ങൾ പ്രതിഷേധിക്കും. അതിൻ്റെ ഭയാനകമായിരിക്കും റിസൾട്ട്. ഇവിടെ 10% ഉള്ളവർക്ക് എത്ര സീറ്റ് കിട്ടുന്നുണ്ട്? അറ്റ്ലീസ്റ്റ് ഈ 10% ഉള്ളവർക്ക് കൂടെ അത്രയും സീറ്റും കിട്ടണ്ടേ? ഈ 40% ഉള്ളവർക്ക് 9% ഒരു പാർട്ടിക്ക് നിങ്ങൾ സീറ്റ് കൊടുക്കുമ്പോഴേ അത്രയെങ്കിലും സീറ്റ് കിട്ടണ്ടേ 40% ഉള്ളവർക്ക്? അതില്ലാതെ വരുന്നില്ല. ഇപ്പോൾ ഇല്ലെന്നേ. നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് ഈ 10% ക്രിസ്ത്യൻ സമുദായത്തിന് ഇതിന് മാത്രം ആനുകൂല്യം കിട്ടാൻ കാരണം എന്ത്? അതാണ് മനസ്സിലായി. അല്ല 9% നായർ വിഭാഗത്ത് ഈ ആനുകൂല്യം മുഴുവൻ എങ്ങനെ വായ്പയിൽ കിട്ടുന്നു? ആര് കൊടുക്കുന്നു? അവിടെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ കാര്യങ്ങൾ പറയാൻ മനസ്സിലായിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് അമേരിക്കൻ ബാങ്കിൽ നിക്ഷേപിച്ച $1 പലിശ അവർ സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. ആ പലിശ എടുത്താണ് ഇവിടെ ബൈബിൾ പ്രചരണം നടത്തുന്നത്. കേരളത്തിൽ പോലും ഈ പോണത്തിലുള്ള ഒരു ബൈബിൾ ഒരു ചെറിയ ചർച്ച ഉണ്ട് കൊറിയയുടെ, അതുപോലും ഈ പണമാണ്. ഞാൻ എറണാകുളത്ത് പഠിച്ചപ്പോൾ എനിക്ക് അന്ന് 69 ബൈബിൾ കൊണ്ട് സപ്ലൈ ചെയ്ത്. അപ്പോൾ ആയിരുന്നു കൊണ്ടുവന്നത് ഐ കെയിം ഫ്രം സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാണ്. ആ കൊറിയയുടെ ഒരു പള്ളിയാണ് ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോണത്തിലോട്ടുള്ളത്. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ പണം പോലും ഞാൻ ഉൾപ്പെടുന്ന സമുദായമായ മുസ്ലിം സമുദായത്തിന് പണമാണ്. പക്ഷെ അവർ പലിശ വാങ്ങിക്കില്ല. അപ്പോൾ അമേരിക്കയിൽ നിക്ഷേപിച്ചു. ആ പലിശ അമേരിക്ക ഇങ്ങനെ മതപ്രചരണം ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. എന്നിട്ടും
ഈ പാവം ഒരു ഒരു ഉപദ്രവം ചെയ്യാതെ ഒതുങ്ങി പട്ടിണി കിടന്ന് പോകുന്ന ഈ സമുദായത്തിൻ്റെ പേരിൽ സഭയുടെ ചില ആൾക്കാരും ഒക്കെ ഇല്ലായത്ത് പറയുമ്പോൾ നമുക്കത് എങ്ങനെ കേട്ടും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും? നവർ ഒരിക്കലും അത് പറ്റില്ല. അത് തെറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യുന്നില്ലെന്ന് മറ്റുള്ള ബോധ്യപ്പെടുത്തണം എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് തെറ്റിനെ എതിർക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കൈ കൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ എതിർക്കണം. നമ്മൾ നേരെ പോയി പറ്റില്ല, വാക്കുകൊണ്ട് എന്താണ് ഈ സത്യത്തിൽ വിളിച്ചു പറയണം. ഇപ്പം സഭയൊക്കെ പറഞ്ഞല്ലേ, എന്താണ് പറയുന്നത്, ലൗൽ ജിഹാദ്, മറ്റേ ജിഹാദ്, മറ്റേ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഈ സമുദായത്തെ തീരെ കൊച്ചാക്കി കളയല്ലേ. പക്ഷെ അത് അറിയണം, ജനം അറിയണം. വെള്ളാപ്പള്ളി പറഞ്ഞല്ലേ, മുസ്ലിങ്ങൾ മുഴുവൻ കൊണ്ടുപോയതാണ്, അവസാനം ലീഗർ കൊണ്ടുപോയത്. ആയിക്കോട്ടെ, കൊണ്ടുപോയി കണക്ക് പറയണ്ടേ. അത് നിങ്ങൾ PC ജോർജ് 8,000 കല്യാണം പോയിട്ടുണ്ട് മോഞ്ഞാറിയുന്നത്, ഒരു 10 പേര് പറയുമ്പോൾ പറയില്ല. അപ്പം അങ്ങനെയൊക്കെ ഉരുണ്ട് കളിച്ചും വ്യക്തതയില്ലാതെയും ഈ സമൂഹത്തിൻ്റെ പേരിൽ നിങ്ങൾ അക്രമത്തിൽ അല്ലെങ്കിൽ വാചാലമായിട്ട് ശിക്ഷിക്കാൻ ശ്രമിച്ചാൽ, സത്യം ഹക്ക് എന്ന് പറഞ്ഞാൽ അറബി സത്യമാണ്, യഥാർത്ഥം, ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം നീതി ലഭിക്കണം. അത് കോൺഗ്രസിലുള്ള മുസ്ലിം ലീഗ് ഒന്നും പറയില്ല. അവർക്ക് ചില ബാധ്യതകളും ഉത്തരവാദിത്വവും ചില കടമ ബന്ധപ്പെട്ടോടെ പറയില്ല. ഞങ്ങൾ തുറന്നു പറയും, ഞങ്ങൾ ആരും സപ്പോർട്ടിലല്ല. ജനങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ അവരെ സ്നേഹിക്കുന്നു, ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു, അല്ലാതെ വേറെ ആരും കീഴ്പ്പെടില്ല. അതുകൊണ്ടാണ് ഈ സമുദായത്തിന് പണം വാങ്ങി മണിമാളിയും അമ്പലങ്ങൾ പള്ളികളും ഒക്കെ ഉണ്ടാക്കി ആ അച്ഛന്മാർ തന്നെ, സഭ തന്നെ പറയാണ് മുസ്ലിങ്ങൾ മുഴുവൻ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല സാർ. അത് നമ്മൾ എതിർത്ത് ഒരു കുഞ്ഞെങ്കിലും അല്ലെങ്കിൽ ഒരു വിഭാഗമെങ്കിലും അതിന് സത്യത്തിന് നേരെ കണ്ണെടുക്കാൻ പാടില്ല, പറയേണ്ടത്. ഇത് പലരും സത്യം കണ്ണെടുക്കാണ്. അതേ ഷിഹാസിൻ്റെ കാര്യം പറഞ്ഞു. കോൺഗ്രസ് നിൽക്കുന്ന ഒരു മുസ്ലിം സമുദായത്തിൽ പറയില്ല, വാദിക്കുകയില്ല. അവർക്കും ചില സാധ്യത കിട്ടാൻ വേണ്ടി അവർക്ക് സീറ്റ് കിട്ടി, അവർ ഹാപ്പിയായി. ഇപ്പം ആലുവയിൽ ഇതല്ല, പുള്ളിക്ക് ഇപ്പം 3ാം സ്ഥാനം കിട്ടാൻ പോകുന്നത്. പുള്ളി അതുകൊണ്ട് ഒതുങ്ങി അന്തസ്സായിട്ട് ജീവിക്കുകയാണ്. അല്ല, സമുദായത്തിന് വേണ്ടി പുള്ളി ശ്രമിക്കുന്നില്ല. പിന്നെ ആരും വിളിച്ചാൽ പോയി 2 വാക്കും, അത് ചിലവില്ലല്ലോ. അത് വേറില്ല. സമൂഹത്തിന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സമുദായത്തിന് കൂടി ചെയ്യണം. അതാണ് ഞാൻ ആദ്യം ഒരു ഫിലോസഫി പറഞ്ഞല്ലോ, ഞാൻ വ്യക്തി, പിന്നെ കുടുംബം, പിന്നെ സമുദായം, പിന്നെ സമൂഹം, ലാസ്റ്റാണ് സമൂഹം വരുന്നത്. പക്ഷേ ആ ഒന്നിനൊന്ന് പൂരിതമാണ്. നമ്മൾ സമുദായത്തെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ സമൂഹത്തെ ശ്രദ്ധിക്കണം. സമുദായത്തെ നമ്മൾ സഹായിക്കുന്ന പോലെ തന്നെ സമൂഹത്തെ സഹായിക്കണം. സമൂഹം എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്തതാണ്, അത് ഒഴിവാക്കാൻ പാടില്ല. അത് ചെയ്തേ തീരും, അത് കടപ്പാടാണ്, അത് ചെയ്തേ തീരും. അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരോടോ അല്ലെങ്കിൽ മറ്റ് UDF നേതാക്കളോടൊക്കെ കുഞ്ഞാക്കയും ഒക്കെ പറയാണ്, ഈ ജനസംഖ്യക്ക് ആനുപാതികമായി സീറ്റ് കൊടുക്കുന്നില്ലെന്ന് കുഞ്ഞാക്ക പ്രത്യേകം ശ്രദ്ധിക്കണം. തങ്ങളെ വിട്ടുകളെ തങ്ങൾ ആത്മീയ നേതാവ് നിൽക്കുകയാണ്. കുഞ്ഞാക്കയുടെ കോൺഗ്രസ് ലീഗിൻ്റെ എല്ലാം ആള്, അല്ലെങ്കിൽ UDFൻ്റെ ആള്. കുഞ്ഞാക്ക പ്രത്യേകം ശ്രദ്ധിക്കണം, ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സീറ്റുകൾ പങ്കെടുപ്പ് കൊടുക്കുന്നുണ്ടോ സമുദായത്തിൽ അന്വേഷിച്ചിട്ട് അതിന് നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് വേണ്ടത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ, സത്യം പറയാം, മൊയ്തീൻ ഷാ വെറും വാക്കൊന്നും പറയാറില്ല. മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് അങ്ങനെ വെറും വാക്ക് പറഞ്ഞ് കാര്യം സാധിക്കുന്നത്, കളവ് പറഞ്ഞ് കാര്യം സാധിക്കില്ല. സത്യം പറഞ്ഞ് അകന്നു പോകുന്നേക്കാൾ നല്ലതല്ല നമുക്ക് കളവ് പറഞ്ഞ് അടുക്കുന്നത്. അല്ലെങ്കിൽ കളവ് പറഞ്ഞ് അടുക്കുന്നതിനേക്കാൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് സത്യം പറഞ്ഞ് അകലാണ്. ആ സത്യം ഞങ്ങൾ പറയും, ജീവിച്ചിരുന്നാൽ പറയും. ഞാൻ എൻ്റെ കാലം കഴിഞ്ഞാൽ അടുത്ത തലമുറയെ ഏൽപ്പിച്ചിട്ട് അവർ പറയും. അതുകൊണ്ട് ബി കെയർഫുൾ, ബി സെക്യൂർഡ്, ബി പ്രാക്ടിക്കൽ. അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടില്ല. അത് പ്രാക്ടിക്കലായിരിക്കണം. എന്തും നിങ്ങൾ ചെയ്ത കുഴപ്പമില്ല. നിങ്ങൾ ആർക്ക് മുഴുവൻ സീറ്റും ഈ 9% വരുന്ന 10% പേർ കൊടുത്താൽ ഒമ്പത് വരാതില്ല. പക്ഷേ ഈ മുസ്ലിം സമുദായത്തിന് ജനസംഖ്യക്ക് ആനുപാതികമായുള്ള സ്ഥാനമാനങ്ങൾ ഇനിയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൊടുത്തേ തീരൂ. കൊടുത്തില്ലേ അത് ശക്തമായി പ്രതികരിക്കും, അതിന് ഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.